നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഇന്നലെ പൂത്തൊരു തകരയുണ്ട് സതീശൻ, ഞാനതിനെപ്പറ്റി പറയുന്നില്ല, അപ്രസക്തൻ. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാരുണ്ട് കോൺഗ്രസ്സിലെ. ഞാൻ ഒരിക്കലും കോൺഗ്രസിനെതിരല്ല. മുഴുവൻ ആന്റണി പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന്, രമേശ് ചെന്നിത്തല പറയട്ടെ, അവരെല്ലാം എത്രയോ സീനിയറായി, ഇളയാക്കൾ എത്രയോ സീനിയറായ ആളുകളാണ്. അവർ പറയട്ടെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്മിറ്റ് ചെയ്യാം. പക്ഷേ ഇന്നലെ ഉദിച്ചൊരു തകര അതേ ആളുകൾ. നിങ്ങളിവിടെ കാറ്, ഞാനെന്നാ കാറ് കിട്ടില്ല, എന്നെല്ലാം ഉത്തരം ഞാൻ സുഖാനെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം കാറിനെ പറ്റി പറഞ്ഞപ്പോഴും നിങ്ങളൊന്ന് ആലോചിക്കണം. 80 കൊല്ലങ്ങൾക്ക് മുമ്പ്, സതീശനൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, എൻ്റെ അച്ഛൻ എൻ്റെ മൂത്ത സഹോദരിക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ആസ്റ്റിൻ കാർ കപ്പൽ ഇമ്പോർട്ട് ചെയ്താണ് കൊടുത്തത്. അന്ന് എൻ്റെ അച്ഛൻ ആ വാക്സ്വാൾ വേരിയൻ 600 കാറിലാണ് സഞ്ചരിച്ചിട്ടിരുന്നത്. എനിക്ക് എന്തുണ്ടായിരുന്നു എന്ന് 80 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ എഴുതിയിരിക്കുന്ന ഭാഗം ഉടമ്പടി കണ്ടാൽ ഇത്രയുണ്ട്. അത്രയും ഭൂസ്വത്തുകൾ ഉടമയായിരുന്നു എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ കയർ ഫാക്ടറി ഉൽപ്പന്നങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് അയക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് കപ്പലിൽ ഇത് ഇറക്കാൻ സാധിച്ചത്. പക്ഷേ ഈ പറയുന്ന ആളിന് എന്ത് ആസ്തി ഉണ്ടായ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ഒരാസ്തി ഉണ്ടാകാതെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് എന്നെ എന്തിനും നിരന്തരം വേട്ടയാടുകയാണ്. SNDP പ്രസ്ഥാനത്തിന് മാത്രം എതിരല്ല, ഏവർക്കെതിരല്ലേ എന്നും പ്രതികരിക്കുന്നത്.